ADGP അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ഒരു പുലി പാഞ്ഞു പോകും പോലെയാണ് പോയത്. അരമണിക്കൂർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഒരു പൂച്ചയെപ്പോലെയാണ് അദ്ദേഹം പുറത്തേക്ക് ഓടുന്ന കാഴ്ച മാധ്യമപ്രവർത്തകർ കണ്ടത്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കി. PV അൻവറിന് നട്ടലുണ്ടോ എന്ന് പരിശോധിക്കണം. പണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ പറഞ്ഞതാണ്. ഇയാൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരു MLA എന്ന നിലയിൽ ക്രിമിനൽ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ചെന്നെത്തുന്ന ആരോപണമാണ് ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൻവറിന് നട്ടലുണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡൊന്ന് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ? ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി. പുലി പോലെ പോയ അൻവർ പൂച്ചയെപ്പോലെ തിരിച്ചു പോരാൻ കാരണം എന്താ? അൻവർ നടത്തിയ എല്ലാ നിയമലംഘനങ്ങളും, അൻവർ നടത്തിയ എല്ലാ കുറ്റകൃത്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കിയത് എന്നുള്ളതാണ് സത്യം. ദയവായി ഇത്തരം ആരോപണങ്ങൾ ഇനി ഉന്നയിച്ച് അദ്ദേഹം പറയുന്നു അന്വേഷണം. എന്തന്വേഷണമാണ്? ആരാണ് അന്വേഷിക്കുന്നത്? ഒരു ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം DGPയുടെ പേര് പറയുന്നുണ്ടെങ്കിലും അതിൽ ഈ ADGPയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഒപ്പിടേണ്ടത് ആരാ? ADGP ക്രൈം ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGPയാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യം ഇവരന്വേഷിച്ചാൽ ശരിയാവും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, UDF പറഞ്ഞു. അജിത് കുമാർ ADGPക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ CBI ആണ് അന്വേഷിക്കേണ്ടത്. അത്ര ഗുരുതരമായിട്ടുള്ളതാണ്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇപ്പം എന്താണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതെല്ലാം നടത്തിയതിന് പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന ഒരു ADGP കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ക്രിമിനൽ മാഫിയയെ സംരക്ഷിക്കുന്ന ഒരു ADGP ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയല്ലേ അതിന് മുഴുവൻ പിന്തുണ നൽകുന്നതാരാ? ശശി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, ഞങ്ങൾ ചോദിക്കുകയാണ്, ജാവേദക്കറെ കണ്ടതിന് LDF കൺവീനർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായിയോളം തന്നെ സീനിയറായിട്ടുള്ള GP ജയരാജനെ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാമെങ്കിൽ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല റെക്കോർഡെല്ലാം എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല? ഈ ക്രിമിനലുകളെല്ലാം സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി. ഇത് മാത്രമല്ല, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ നേരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പരസ്യമായി പ്രതിഷേധിച്ചതാണ്. കാഫർ സ്ക്രീൻഷോട്ടിലെ നിർമ്മാതാക്കളും അതിൻ്റെ പ്രചാരകരുമായിട്ടുള്ള കുറ്റവാളികളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വേട്ടക്കാരായിട്ടുള്ള കുറ്റവാളികളെ, ഇവരെല്ലാം സംരക്ഷിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ പോലീസുമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ADGP അടിയന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റണം. DGP തന്നെ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണല്ലോ പത്രവാർത്ത. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി, ഞങ്ങളുടെ ആവശ്യം അതാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിക്ക് ഇനി മുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. പിണറായി വിജയൻ രാജിവെച്ചേ തീരൂ. കേരളത്തിലെ പോലീസിലെ ക്രിമിനൽ മാഫിയ സംഘത്തിൻ്റെ സംരക്ഷകൻ മുഖ്യമന്ത്രിയാണ്. ഈ ആരോപണങ്ങളെല്ലാം PV അൻവർ ഉന്നയിച്ചത്, അത് ചെന്ന് തറച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ്. മുഖ്യമന്ത്രി രാജിവെക്കാൻ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 6-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF ഈ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു.